പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും ട്രിഗണോമെട്രി ആപ്ലിക്കേഷൻ ട്രിഗണോമെട്രിയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ദെൻ അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്ന കുറച്ച് പ്രോബ്ലംസ് തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താ എ 1.5 meter tall boy is standing at some distance from a 30 meter tall building, full stop. The angle of elevation from his eyes to the top of the building increases from 30 degree to 60 degree, as he walks towards the building. Find the distance he walked towards the building. അപ്പോൾ ഇവിടെ പിക്ചർ ഇവിടെ ശ്രദ്ധിക്കണം. 1.5 meter ടോളുള്ള ബോയ് 30 meter ബിൽഡിങ്ങിനെ നോക്കുകയാണ്. 30 ഡിഗ്രിയിൽ ആദ്യം നോക്കുന്നു, പിന്നീട് 60 ഡിഗ്രിയിലേക്ക് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആ ബോയ് മൂവ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫിഗർ വരയ്ക്കണം. 1 മാർക്ക് ഫിഗറിനാണ്. ദിസ് ഇസ് ബിൽഡിംഗ്, ഗ്രൗണ്ട്. അപ്പോൾ ബിൽഡിങ് ഗ്രൗണ്ടിലാണ്. ദിസ് ഇസ് ബോയ് 1.5 meter tall boy, 1.5 meter. ദിസ് ഇസ് 30 meter ബിൽഡിംഗ്. അപ്പോൾ വരയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് വെച്ചോളാം. ദെൻ ബോയുടെ സ്ട്രെയിറ്റ് വ്യൂ ആണിത്, ഹൊറിസോണ്ടൽ വ്യൂ ആണിത് അല്ലേ. കണ്ണുപിടിയിലുണ്ടാകുക. ബോയിനെ വരയ്ക്കരുത്, മാർക്ക് ചെയ്ത് മാത്രം കാണിച്ചാൽ മതി. ഫസ്റ്റ് നോക്കുന്നത് 30 ഡിഗ്രിയിൽ, ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് 30 ഡിഗ്രിയിൽ. പിന്നെ ബോയ് കുറച്ച് ഇങ്ങനെ ടുവേർഡ്സ് ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ പോവുക. ടക്ക് 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 ഇവിടെ നിന്നു. ഇവിടെ നിന്ന് പിന്നെയും നോക്കുകയാണ്. എത്ര ഡിഗ്രിയിൽ? 60 ഡിഗ്രിയിൽ. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നതനുസരിച്ചിട്ട് ആംഗിൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് പറഞ്ഞത് 30 to 60ലേക്ക് ഇൻക്രീസ് ആണ്. ദെൻ 1.5 meter tall boy, 30 meter ബിൽഡിംഗ്. ദെൻ ഫസ്റ്റ് കേസ് 30 ഡിഗ്രിയിൽ നോക്കുന്നു. ദെൻ സെക്കൻഡ് കേസ് 60 ഡിഗ്രിയിൽ. 30 to 60 ആണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനൊക്കെ ഒരു നെയിം വേണം. ഇതും ഇവിടെയും ബോയ് ആണ് വരിക. കണ്ടോ, ഈ ബോയ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ദെൻ ബോയ് 1.5 meter, ഇവിടെയും 1.5 meter. അപ്പോൾ ഫിഗർ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ വെച്ച് ഫിഗർ റെഡി ആണെങ്കിൽ 1 മാർക്ക് ഫിഗറിന് വേണ്ടിയിട്ടുള്ളതാണ്. നെയിം ചെയ്യുക. ABCDEFG എല്ലാം നെയിം ചെയ്തു. ABCDEFG ഒക്കെ നെയിം ചെയ്തു, ഫിഗർ കറക്റ്റാക്കി വെച്ചു. ദെൻ എ ബോയ്, ഫസ്റ്റ് ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി. ദെൻ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് AC 30 meter. ദെൻ ഫസ്റ്റ് 30 ഡിഗ്രിയിൽ നോക്കുന്നു. ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 degree ടുവേർഡ്സ് ദ ബിൽഡിംഗ്. ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ആണ്, എത്ര ട്രാവൽ ചെയ്തു, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതാണെങ്കിൽ EG ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ബോയ് മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. കൺസിഡർ ട്രയാങ്കിൾ ADB. ഇവിടെ കണ്ട എല്ലാവരും ട്രയാങ്കിൾ ADB. ദെൻ കൺസിഡർ ട്രയാങ്കിൾ AFB, ലാർജർ ട്രയാങ്കിൾ 30 ഡിഗ്രി ഇൻക്ലൂഡിങ് ആയിട്ടുള്ള AFB, 60 ഡിഗ്രി ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ADB. ADBയിൽ നമ്മൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. AB എത്ര ലെങ്ത് ആയിരിക്കും വരിക? ടോട്ടൽ 30 ആണ്. AC ലെങ്ത് ഓഫ് AC, അതായത് ബിൽഡിംഗ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 30. 1.5 നമ്മൾ ബോയുടെ ഹൈറ്റ് മൈനസ് ചെയ്താൽ ഈ ABയുടെ ലെങ്ത്ത് ഹൈറ്റ് എത്ര വരുന്നു? 28.5. AB is equal to 30 minus 1.5, that is 28.5. അത് ഇൻക്ലൂഡിങ് ഈ ട്രയാങ്കിളിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അല്ലാണ്ട് AC ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ല. AC ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെയല്ലേ വരുന്നുള്ളൂ. ABD ആണ് ട്രയാങ്കിൾ, ABF ആണ് ട്രയാങ്കിൾ.
ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി. tan 60 is equal to O by A. Tan 60 opposite side by adjacent side. Opposite side by adjacent side. O by A. Tan 60 വാല്യൂ എത്ര മക്കളെ? √3 is equal to opposite side 28.5 by adjacent side BD. Adjacent side BD. 28.5 by BD. Then cross multiplication. BD into √3 is equal to 28.5. BD is equal to 28.5 by √3. Equation number 1. First case BD calculate ചെയ്തു. In triangle ABD, tan 60 is equal to opposite side by adjacent side 28.5 by BD. Then cross multiplication we get BD is equal to 28.5 by √3. Equation number 1. അപ്പോൾ ഫസ്റ്റ് ഇത് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് പിക്ചർ നെയിം ചെയ്തു, വളരെ ഭംഗിയാക്കി വെച്ചു, കാണേണ്ട കേസുകളൊക്കെ നോക്കി, റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അവിടെയൊക്കെ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യണം, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടി, ബി ഡി കിട്ടി. ദെൻ കൺസിഡർ ട്രയാങ്കിൾ എ എഫ് ബി. കൺസിഡർ ട്രയാങ്കിൾ എ എഫ് ബി, ദ ലാർജർ ട്രയാങ്കിൾ 30 ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. tan 30 is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് O by A. അപ്പോൾ tan 30 എത്രയാ? 1 by √3 is equal to 28.5 by അഡ്ജസൻറ്റ് സൈഡ് എത്രയാ മക്കളെ? FB. അഡ്ജസൻറ്റ് സൈഡ് എത്ര വരുന്നത്? FB. ചില ആളുകൾ ഇത് മാത്രം എടുക്കും, FD എന്ന് മാത്രം എടുക്കും. FD ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. FD ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടില്ല. FB ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ എ എഫ് ബി tan 30 is equal to O by A. 1 by √3 is equal to 28.5 by FB. Cross multiplication. FB is equal to 28.5 √3. Equation number 2. Equation number 2. അപ്പോൾ ടോട്ടൽ ലെങ്ത് FB കിട്ടി. എല്ലാവരും ശ്രദ്ധിക്കുക. ബി ഡി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടി. എഫ് ബിയിൽ നിന്ന് ബി ഡി സബ്ട്രാക്ട് ചെയ്താൽ ആരെ കിട്ടി? എഫ് ഡി കിട്ടി. എഫ് ഡി ആണ് ആരുടെ ഡിസ്റ്റൻസ്? ഈ കുട്ടി മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സബ്ട്രാക്ട് ചെയ്യണം. ഏതിൽ നിന്നാണ് ഏത് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? എഫ് ബി. ടോട്ടൽ ലെങ്ത് എഫ് ബിയിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം? ബി ഡി സബ്ട്രാക്ട് ചെയ്യണം. എഫ് ബി മൈനസ് ബി ഡി. ഡിസ്റ്റൻസ് ട്രാവൽഡ് towards the building equal to FB. ടോട്ടൽ ലെങ്ത് എഫ് ടു ബി ഇവിടം വരെയുള്ള കണ്ടുപിടിച്ചു, മൈനസ് ബി ഡി. ഇതും കാൽക്കുലേറ്റ് ചെയ്തു. എഫ് ബി എത്രയാണ് മക്കളെ? 28.5 √3 മൈനസ് ബി ഡി എത്രയാണ്? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ടല്ലോ, 28.5 by √3 അല്ലേ? സബ്ട്രാക്ട് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 28.5 √3 ഇൻറ്റു √3. 28.5 into 3 minus 28.5 by √3. Multiply the by √3. 28.5 into 3 എത്രയാണ് വരുന്നത്? 5 3s are 15, balance 1. 8 3s are 24, 24 plus 1 25, balance 2. 3 2s are 6 plus 2 8, 85.5. മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. 5 3s are 15, balance 1. 8 3s are 24 plus 1 25, balance 2. 3 2s are 6 plus 2 8, 85.5 minus 28.5 divided by √3. 85.5 minus 28.5 എത്ര വരും മക്കളെ? 57 ആണോ? 57 ആണോ? കറക്റ്റ് അല്ലേ? ഇതാ 85.5ൽ നിന്ന് 28.5 സബ്ട്രാക്ട് ചെയ്താൽ 0 7 57. 57 by √3. ഡിനോമിനേറ്റേഴ്സ് √3 വെക്കാൻ പാടുണ്ടോ? ഇല്ല. മൾട്ടിപ്ലൈങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √3. 57 √3 by 3. 57 by 3 കട്ട് ചെയ്താൽ 19 √3. ഡിസ്റ്റൻസ് ട്രാവൽഡ് ടുവേർഡ്സ് ദി ബിൽഡിംഗ് ഈക്വൽ ടു 19 √3 മീറ്റർ.
എത്ര കിട്ടി? 19√3 മീറ്റർ. അപ്പോൾ ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്, ആപ്ലിക്കേഷൻ ടു ട്രിഗണോമെട്രിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫിഗർ കറക്റ്റ് നമ്മൾ ആ ലോജിക്ക് യൂസ് ചെയ്ത് ഫിഗർ വരച്ചു, അവരൊക്കെ നെയിം ചെയ്തു, മെഷർമെൻ്റ് ഒക്കെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് കേസിൽ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അത് നമുക്ക് എളുപ്പപ്പണിയുണ്ട്. എന്താണ് എളുപ്പപ്പണി? 60 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ, 30 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ 2 ആംഗിൾസ് ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻ ട്രയാങ്കിൾ ABD tan 60 യൂസ് ചെയ്തു, BD കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു 28.5 വന്ന്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബിൽഡിംഗ് 30 മൈനസ് ഹൈറ്റ് ഓഫ് ദി ബോയ് എത്ര? 1.5 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 28.5. കാരണം എത്ര മാത്രം മതി? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഈ AC വരുമ്പം റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരച്ചു. ദെൻ tan 60 യൂസ് ചെയ്തു, BD കാൽക്കുലേറ്റ് ചെയ്തു, ഇക്വേഷൻ നമ്പർ 1. ദെൻ tan 30 യൂസ് ചെയ്തിട്ട് FB കാൽക്കുലേറ്റ് ചെയ്തു, ഇക്വേഷൻ നമ്പർ 2. FBയിൽ നിന്ന് BD സബ്ട്രാക്ട് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു FD കിട്ടിയത് 57/√3 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ട് ദെൻ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ √3 റാഷണലൈസിങ്. ദെൻ വി ഗെറ്റ് 19√3 എന്ന് കിട്ടി. കറക്റ്റ് ആണല്ലോ, 19√3. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പ്രോബ്ലത്തിനാണ് നമ്മൾ ഇത്രയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ആളെ ഹൈറ്റ് തരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം കേട്ടോ. വളരെ വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ ക്യാച്ച് ചെയ്തിട്ട് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം എ പോയിൻ്റ് ഓൺ ദി ഗ്രൗണ്ട് comma the angles of elevation of the bottom and top of a transmission tower fixed at the top of a 20-meter high building, top of a 20-meter high building are 45 degree and 60 degree respectively. Find the height of the tower. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഒരു ട്രാൻസ്മിഷൻ ടവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്മിഷൻ ടവർ. ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് വെച്ചത്. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എത്രയാണ്? 20 മീറ്ററാണ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഇത് ബോട്ടം ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ, ഇത് ടോപ്പ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ. ബോട്ടം വെച്ചു, ടോപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ടവർ വെച്ചു. ഫസ്റ്റ് ബോട്ടത്തിനെ നോക്കുന്നത് 45 ഡിഗ്രിയിൽ. ട്രാൻസ്മിഷൻ ടവർ, ഇതാണ് ടവറിൻ്റെ ബോട്ടത്തിലേക്ക് നോക്കുന്നത് 45, ടോപ്പിലേക്ക് നോക്കുന്നത് 60. വേറെന്താ തന്നിരിക്കുന്നത്? വേറെ ഒന്നും തന്നിട്ടില്ല. നെയിം ചെയ്യുക, ABCD. കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഹൈറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. ട്രാൻസ്മിഷൻ ടവർ ഇവിടെ നോക്കുക. BC ഈസ് ദി ബിൽഡിംഗ്, 20 meter ഹൈ ബിൽഡിംഗ്. AB ഈസ് ദി ട്രാൻസ്മിഷൻ ടവർ. A ടോപ്പ് ഓഫ് ടവർ, B വരുന്നത് ബോട്ടം ഓഫ് ടവർ. ബോട്ടത്തിന് ആംഗിൾ ഓഫ് എലവേഷൻ 45 ഡിഗ്രിയും ടോപ്പിനെ നോക്കുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ ആളെ ഹൈറ്റ് തരാത്തത് കൊണ്ട് ആളെ ഹൈറ്റ് വരയ്ക്കേണ്ട. 1.5 meter ടോൾ ബോയ് എന്നൊക്കെ പറയുമ്പോൾ മാത്രം ആളെ വരച്ചാൽ മതി. ഇല്ലാതെ നമുക്ക് ജസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ദെൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ? ടവറിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ AC ടോട്ടൽ ഹൈറ്റ് ACയിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ AC ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ആംഗിൾ ഏതാണ്? 60 ആണ്. ടോട്ടൽ ലാർജ് ആംഗിൾ ഏതാണ്? 60 ആണ്. അപ്പോൾ tan 60 യൂസ് ചെയ്തിട്ട് ആരെ കാണണം? നമുക്ക് AC കണ്ടുപിടിക്കണം. പക്ഷേ tan 60 യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആരെ കാണണം? CD കാൽക്കുലേറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു സൈഡ് വേണ്ടേ? ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടണം. ദെൻ അതിനാണ് നമുക്ക് 45 ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ്ലി
ട്രയാങ്കിൾ ബി സി ഡി. എല്ലാവരും ഈ ട്രയാങ്കിൾ നോക്കുക. സ്മോളർ ട്രയാങ്കിൾ ബി സി ഡി. ബി സി ഡിയിലെ ആംഗിൾ എത്രയാണ്? 45 ആണ്. tan 45 is equal to O by A. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എത്ര മക്കളെ tan 45ൻ്റെ വാല്യൂ? 1. 1 ഈക്വൽ ടു 20 ബൈ സി ഡി. സി ഡി is equal to 20. ഇക്വേഷൻ നമ്പർ 1. സി ഡി is equal to എത്ര? 20 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 അവിടെ വെച്ചു. സി ഡി കിട്ടി കേട്ടോ. അപ്പോൾ ആ സി ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് tan 60 യൂസ് ചെയ്യാം. Then tan 60 is equal to O by A √3. tan 60 √3 ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സി ബൈ എ സി ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ സി ഡി. √3 is equal to എ സി ബൈ 20. എ സി is equal to 20 √3. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ സി ഡി കിട്ടി. ഇക്വേഷൻ നമ്പർ 1 ആക്കി വെറുതെ എഴുതി വെച്ചതാണ്. സി ഡി ഈക്വൽ ടു, അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇക്വേഷൻ 1 എന്ന് എഴുതി വെച്ചു. ഇക്വേഷൻ നമ്പർ 1 സി ഡി ബേസ് കിട്ടി. ദെൻ ഫൈൻഡ് tan 60 എ സി ഈക്വൽ ടു 20 √3. എ സി is equal to 20 √3. അപ്പോൾ എ ടു സി വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 20 √3. ബി ടു സി എത്രയാണ്? 20. 20 √3യിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്താൽ ഹൈറ്റ് ഓഫ് ദി ടവർ കിട്ടുമല്ലോ. കോമൺ ആയിട്ട് കിട്ടും, എല്ലാവർക്കും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ ഈക്വൽ ടു എ സി മൈനസ് ബി സി. എ ടു സി ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ഹൈറ്റ്. ബി ടു സി 20 അല്ലേ. അപ്പോൾ 20 √3 മൈനസ് 20. ദെൻ 20 ടേക്കിംഗ് ഔട്ട് സൈഡ്. √3 മൈനസ് 1. എത്ര മക്കളെ √3യുടെ വാല്യൂ? വെറുതെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ 20 ഇൻറ്റു 1.73 മൈനസ് 1. 1.73 എന്ന് 1 പോലെ എത്ര? 0.73. മൾട്ടിപ്ലൈ ചെയ്താലോ 6 14 0 14.60 മീറ്റർ. 14.6 മീറ്റർ. ഹൈറ്റ് ഓഫ് ദി ടവർ ഈക്വൽ ടു 14.6 മീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫിഗർ കറക്റ്റ് ആയിരിക്കണം. ദെൻ ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ട്രാൻസ്മിഷൻ ടവർ. ആ ട്രാൻസ്മിഷൻ ടവറിനെ ഞാനിങ്ങനെ ടവറിൻ്റെ കോലത്തിലേക്ക് ആക്കി വെച്ചത് കണ്ടോ. അങ്ങനെയൊന്നും വരയ്ക്കരുത്, ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ട്രാൻസ്മിഷൻ ടവറിനെ അങ്ങനെ ലൊക്കേറ്റ് ചെയ്തത്. ബോട്ടം സൈഡിൽ നോക്കുന്നത് 45 ഡിഗ്രിയിലും ടോപ്പിലേക്ക് നോക്കുന്നത് 60 ഡിഗ്രിയിലുമാണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ 20 ആണ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ലാർജർ ട്രയാങ്കിളിന് വരുന്നത് എ സി ആണ്. അപ്പോൾ ഫസ്റ്റ് എ സി കാൽക്കുലേറ്റ് ചെയ്ത് എ സിയിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഹൈറ്റ് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് tan 45 യൂസ് ചെയ്തു, സി ഡി കാൽക്കുലേറ്റ് ചെയ്തു. അഡ്ജസൻറ്റ് സൈഡ് സി ഡി കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ tan 45ൽ നിന്ന് സി ഡി കിട്ടി. ദെൻ നെക്സ്റ്റ് കേസിൽ tan 60 യൂസ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എ സി, അഡ്ജസൻറ്റ് സൈഡ് സി ഡി. ദാറ്റ് ഇസ് ഈക്വൽ ടു എ സി ബൈ 20. എ സി is equal to 20 √3 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. എ സി is equal to എത്ര? 20 √3. ആ 20 √3യിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ടവർ കിട്ടി. അതെത്ര കിട്ടി? 20 ഇൻറ്റു √3 മൈനസ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 0.73. അതായത് 1.73യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 0.73. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടി? 14.6. അപ്രോക്സിമേറ്റ്ലി 14.6 മീറ്റർ എന്ന് അവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടി. കറക്റ്റ് ആണല്ലോ? കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ then നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എ സ്റ്റാച്യു 1.6 meter tall, 1.6 meter tall, stands on the top of a pedestal, from a point on the ground, comma, the angle of elevation of the top of the statue is 60 degree. The angle of elevation of the top of the statue 60 degree. And from the same point, the angle of elevation of the
angle of elevation of the top of the pedestal is 45 degree. Top of the pedestal is 45 degree. Find the height of the pedestal. Find the height of the pedestal. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സ്റ്റാച്യു 1.6 മീറ്റർ സ്റ്റാൻഡ്സ് ഓൺ ദി ടോപ്പ് ഓഫ് എ പെഡസ്റ്റൽ. പെഡസ്റ്റൽ മീൻസ് ഒരു ഹൈറ്റ്. ഇതാണ് ഒരു പെഡസ്റ്റൽ. ദെൻ ഗ്രൗണ്ട്, പെഡസ്റ്റലിൻ്റെ മുകളിൽ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. ആ സ്റ്റാച്യു ആണ് നേരത്തെ ചെയ്ത പോലെ തന്നെ, ആ സ്റ്റാച്യു ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റാച്യു, ഇതാണ് പെഡസ്റ്റൽ. ദെൻ ഗ്രൗണ്ട് എത്ര നോക്കുന്നു? ഫസ്റ്റ് നോക്കുന്നത് 45 ഡിഗ്രിയിലും, ഫസ്റ്റ് നോക്കുന്നത് 45 ഡിഗ്രിയിലും, ടോപ്പിലേക്ക് നോക്കുന്നത് 60 ഡിഗ്രിയിലും, സ്റ്റാച്യൂയുടെ ഹൈറ്റ് 6 മീറ്ററും, പെഡസ്റ്റലിൻ്റെ ഹൈറ്റ് അൺനോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അൺനോൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എച്ച് ആണ് കാണിച്ചിരിക്കുന്നത്. നെയിം ചെയ്യുക. എ ബി സി ഡി അല്ലേ? ഇവിടെ നോക്ക്, വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ. സ്റ്റാച്യൂയുടെ ടോപ്പാണ് എ എന്ന് പറയുന്നത്, സ്റ്റാച്യൂയുടെ ബോട്ടം ബി ആണ്. ദെൻ ബി സി ഈസ് ദി ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ, സി ഡി ഗ്രൗണ്ട്. ദെൻ ആംഗിൾ ഓഫ് എലവേഷൻ, എവിടേക്കുള്ള എലവേഷൻ? ബോട്ടത്തിലേക്കുള്ള എലവേഷൻ 45 ഡിഗ്രി, ടോപ്പിലേക്കുള്ള എലവേഷൻ 60 ഡിഗ്രി. വേറെ കേസൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കിത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഹൈറ്റ്, ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്ത് നോക്കൂ നിങ്ങൾ. എ ഡി സി ആൻഡ് ബി ഡി സി. പറഞ്ഞേ എ ഡി സി ആൻഡ് ബി ഡി സി. പറഞ്ഞേ എ ഡി സി ആൻഡ് ബി ഡി സി. ഇത് രണ്ടിലും കോമൺ സൈഡ് ആരാ? സി ഡി. രണ്ട് റൈറ്റ് ട്രയാങ്കിളിലും കോമൺ സൈഡ് ആരാണ്? സി ഡി. അപ്പോൾ രണ്ട് tan 45 യൂസ് ചെയ്ത് സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക, tan 60 യൂസ് ചെയ്ത് സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക, സി ഡി ഇക്വേറ്റ് ചെയ്യുക, എച്ച് അതിൽ നിന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ നേക്ക്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ബി ഡി സി. പറഞ്ഞേ എ ഡി സി ആൻഡ് ബി ഡി സി. സി ഡി കോമൺ സൈഡ് ആരാണ്? സി ഡി. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ബി ഡി സി tan 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 1 ഈക്വൽ ടു ബി സി ബൈ സി ഡി. 1 ഈക്വൽ ടു ബി സി എത്രയാണ് മക്കളെ? എച്ച് ബൈ സി ഡി. സി ഡി ഈസ് ഈക്വൽ ടു എച്ച്. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ രണ്ട് റൈറ്റ് ട്രയാങ്കിളിലെയും കോമൺ സൈഡ് സി ഡി. സി ഡി ഈസ് ദി കോമൺ സൈഡ് ഓഫ് ദി ബോത്ത് ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ബി ഡി സി. പറഞ്ഞേ എ ഡി സി ആൻഡ് ബി ഡി സി. ദെൻ നെക്സ്റ്റ് tan 60 യൂസ് ചെയ്തു. tan 60 ഈസ് ഈക്വൽ ടു O ബൈ എ. tan 60യുടെ വാല്യൂ എത്രയാ? √3. ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? എച്ച് പ്ലസ് 1.6 അല്ലേ? എ ടു സി വരെ വരുമ്പോൾ എച്ച് ഇവിടെ ഉണ്ട്, അതായത് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ആൻഡ് 1.6 പെഡസ്റ്റൽ. എച്ച് പ്ലസ് 1.6 ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ മക്കളെ? സി ഡി. ക്രോം അടിക്കുക. എച്ച് പ്ലസ് 1.6 ഈക്വൽ ടു സി ഡി ഇൻറ്റു √3. സി ഡി ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1.6 ബൈ √3. എച്ച് പ്ലസ് 1.6 ബൈ √3. അതാണ് ആര് വരുന്നത്? സി ഡി. അതാണ് എന്ത് വരുന്നത്? സി ഡി. ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കുക അല്ലേ? സി ഡി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് എഴുതി. ഫസ്റ്റ് ഇക്വേഷനിൽ സി ഡി ആരാ? എച്ച്. എച്ച് ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1.6 ബൈ √3. കറക്റ്റ് അല്ലേ? സി ഡി ഈക്വൽ സി ഡി, ഡി സി ഈക്വൽ ഡി സി, എച്ച് ഈക്വൽ ടു എച്ച് പ്ലസ് 1.6 ബൈ √3. ബോത്ത് സി ഡി ആർ ഈക്വൽ. ബേസ് രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ ബി ഡി സി tan 45 വി ഗെറ്റ് സി ഡി. ഇൻ ട്രയാങ്കിൾ എ ഡി സി tan 60 യൂസിങ് വി ഗെറ്റ് സി ഡി. ബോത്ത് സി ഡിസ് ആർ ഈക്വൽ. ബോത്ത് സി ഡിസ് ആർ ഈക്വൽ. ബോത്ത് സി ഡിസ് ആർ ഈക്വൽ. രണ്ട് സി ഡിയും ഈക്വൽ ആണ്. ഇക്വേറ്റ് സി ഡി ഈക്വൽ സി ഡി. ദെൻ എച്ച് ഈക്വൽ ടു എച്ച് പ്ലസ് 1.6 ബൈ √3. ദെൻ അതിൽ നിന്ന് ആരെ കാൽക്കുലേറ്റ് ചെയ്യണം? എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ക്രോം അടിക്കുക. എച്ചിൻ്റെ √3 എച്ച്
ഈക്വൽ ടു എച്ച് പ്ലസ് 1.6. റൂട്ട് 3നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. എച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. റൂട്ട് 3h മൈനസ് എച്ച് ഈക്വൽ ടു 1.6. എച്ച് കോമൺ ആക്കി എടുക്കുക. റൂട്ട് 3 മൈനസ് 1 ഈക്വൽ ടു 1.6. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. എച്ച് ഇൻറ്റു റൂട്ട് 3 എച്ച് റൂട്ട് 3 സീക്വൽ റൂട്ട് 3h സീക്വൽ ടു എച്ച് പ്ലസ് 1.6. RHS അങ്ങനെ തന്നെ വെച്ചു. ദെൻ എച്ച് ട്രാൻസ്പോസ് ലെഫ്റ്റ് സൈഡ്. റൂട്ട് 3h മൈനസ് എച്ച് ഈക്വൽ ടു 1.6. എച്ച് ടേക്കിംഗ് ഔട്ട്സൈഡ് എടുത്തു. റൂട്ട് 3 മൈനസ് 1 is equal to 1.6. h is equal to 1.6 divided by root 3 minus 1. അപ്പോൾ റൂട്ട് 3 ഹൈറ്റ് കിട്ടി, ഓൾറെഡി കിട്ടി. റൂട്ട് 3 മൈനസ് 1 അങ്ങനെ വെക്കാൻ പാടുണ്ടോ? ഇല്ല. റാഷണലൈസ് തിങ് ഡിനോമിനേറ്റർ ബൈ കോഞ്ചുഗേറ്റ്. റൂട്ട് 3 പ്ലസ് 1 റൂട്ട് 3 പ്ലസ് 1 കോഞ്ചുഗേറ്റ് കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ. 1.6 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എത്രയാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 1.6 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1. റൂട്ട് 3യുടെ സ്ക്വയർ എത്രയാ? 3 മൈനസ് 1. എത്ര മക്കളെ? 3 മൈനസ് 1 കിട്ടുക 2. 3 മൈനസ് 1 എത്രയാണ് കിട്ടുക? 2. 1.6 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ബൈ 2. 1.6 2 കട്ട് ചെയ്താൽ 0.8. 0.8 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1. 0.8 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1. ആ റൂട്ട് 3ക്ക് വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആഡ് ചെയ്യുക. 1 കൊണ്ട് ആഡ് ചെയ്തിട്ട് എത്ര? 2.73 കിട്ടും. 2.73 ഇൻറ്റു 8 മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാം. ഞാൻ ചെയ്ത് നോക്കാം. ഇനി അത് ചെയ്തില്ല എന്ന് വേണ്ട. 0.8 ഇൻറ്റു 1.73 പ്ലസ് 1. 0.8 ഇൻറ്റു 2.73. 273യെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 3s are 24 balance 2. 8 7s are 56 plus 2 58 balance 5. 8 2s are 16. 16 plus 5 21. 2184 അല്ലേ? 8 3s are 24 balance 2. 8 56 plus 2 58 balance 5. 8 2s are 16 plus 21 2184 കിട്ടി. Then 3 decimal place. 1 2 3 decimal place. Approximate എത്ര വന്നു മക്കളെ? 2.184. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് പെഡസ്റ്റൽ. ബിൽഡിംഗ് അല്ല, പെഡസ്റ്റൽ ആണ്. ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ ഈക്വൽ ടു 2.184 മീറ്റർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. പെഡസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന സ്ഥലം, അതായത് ഒരു ടവറൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് പെഡസ്റ്റലായിട്ട് വെക്കുന്നത് പറയുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ഷേപ്പ്, ഹൈറ്റ്, ബിൽഡിംഗ് തന്നെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ പ്രോബ്ലം നമ്പർ 4 കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. കോമൺ സൈഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ കോമൺ സൈഡ്. അപ്പോൾ ചിലത് സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടും, ചിലത് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഇക്വേറ്റ് ചെയ്തിട്ടാണ്. കാരണം എന്താ? ഇൻ ട്രയാങ്കിൾ BDC ആൻഡ് ADC കോമൺ സൈഡ് CD. Then tan 45 using we get CD. Tan 60 using we get CD. Both the CDs are equal. H equal to H plus 1.6 by root 3. Cross multiplication and range we get H is equal to 1.6 into root 3 plus 1 by 2. Cut ചെയ്തു 0.8 into root 3 plus 1. അവിടെ വരെ മതി. അതന്നെ ആൻസറായി. പക്ഷേ ഇനി നമുക്ക് റൂട്ട് 3യും കൂടി ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് പുട്ട് റൂട്ട് 3 is equal to 1.73 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് പെർഫെക്റ്റ് ആക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനല്ല. കറക്റ്റ് ആയല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇന്നത്തെ 3rd പ്രോബ്ലം കഴിഞ്ഞു. 4th പ്രോബ്ലം. The angle of elevation of the top of a building from the foot of the tower is 30 degree, and the angle of elevation of the top of the tower from the foot of the building foot of the building is 60 degree. If the tower is 50 meter high,
ടവർ ഈസ് 50 meter high. Find the height of the building. Find the height of the building. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കുക. ടവർ, ബിൽഡിംഗ് വരച്ചു. ടവറിൻ്റെ അടിയിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്ന് ടവറിനെ നോക്കുന്നു, ടവറിൻ്റെ അടിയിൽ നിന്ന് ബിൽഡിങ്ങിനെ നോക്കുന്നു അല്ലേ. ടവർ എത്ര മീറ്ററാണ്? 50 മീറ്ററാണ് ഹൈറ്റ്. ഇത് ബിൽഡിംഗ് ആണ്. എ ബി സി ഡി. ടവറിനെ നോക്കുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഫുട്ട് ഓഫ് ദി ബിൽഡിംഗ് ടു ടവർ എത്രയാണ്? 60 degree. ദെൻ ടവറിൻ്റെ അടിയിൽ നിന്ന് ബിൽഡിങ്ങിനെ നോക്കുന്നതോ 30 അല്ലേ? 30 degree. ദെൻ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേറെ ഒന്നും ഇവിടെ തന്നിട്ടില്ല. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ എച്ച് ആക്കി എടുത്തു. എച്ച്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ. സി ഡി ടവർ, എ ബി ബിൽഡിംഗ്, ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഫുട്ട് ഓഫ് ദി ടവർ ടു ബിൽഡിങ്ങിലേക്ക് 30 degree. ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഫുട്ട് ഓഫ് ദി ബിൽഡിംഗ് ടു ടവർ 60 degree. ടോപ്പ് ഓഫ് ദി ടവറിലേക്ക് 60 degree. അതൊക്കെ കറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ മോഡൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഫിഗർ വരച്ചു, ഒരു മാർക്കായി. ദെൻ tan 30 യൂസ് ചെയ്തിട്ട് ഇവിടെ രണ്ട് ട്രയാങ്കിൾ നോക്കുക. ബി ഡി സി ആൻഡ് എ ബി സി. ബി ഡി സി ആൻഡ് എ ബി സി. പറഞ്ഞേ, ബി ഡി സി ആൻഡ് എ ബി സി. ഇതിൽ രണ്ടിലും കോമൺ സൈഡ് ആരാ വരുന്നത്? എ ബി സി. ബി സി. രണ്ട് ട്രയാങ്കിളിലും കോമൺ സൈഡായിട്ട് ആര് വരുന്നുണ്ട്? ബി സി കോമൺ സൈഡാണ്. ദെൻ ഫസ്റ്റ്ലി tan 30 യൂസ് ചെയ്തു. tan 30 is equal to ഓപ്പോസിറ്റ് സൈഡ് എച്ച് ബൈ ബി സി, ഒ ബൈ എ. 1/√3 is equal to ഓപ്പോസിറ്റ് സൈഡ് എച്ച് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി സി. ബി സി is equal to ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ബി സി is equal to √3h, ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ്ലി tan 30 യൂസ് ചെയ്തു. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. tan 30 is equal to ഒ ബൈ എച്ച്, ഒ ബൈ എ. ഒ മീൻസ് എ ബി ആണ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി സി. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എച്ച് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എച്ച് ബൈ ബി സി. ദെൻ 1/√3 is equal to എച്ച് ബൈ ബി സി. ദെൻ ബി സി is equal to √3h, ഇക്വേഷൻ നമ്പർ 1. ദെൻ tan 60 യൂസ് ചെയ്യുക നമ്മളെടുത്ത്. tan 60 is equal to മക്കളെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? ഒ ബൈ എ എന്ന് എഴുതണം. tan 60യുടെ വാല്യൂ √3. ഓപ്പോസിറ്റ് സൈഡ് സി ഡി. സി ഡി 50 ആണ്. സി ഡി ബൈ ബി സി. ദെൻ √3 is equal to 50 ആണ് സി ഡി. ഹൈറ്റ് ഓഫ് ദി ടവർ തന്നിട്ടുണ്ട് 50 ബൈ ബി സി. ബി സി is equal to 50 ബൈ √3, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ്ലി ട്രയാങ്കിൾ എ ബി സി tan 30 യൂസിങ് വി ഗെറ്റ് ബി സി. ബി സി is equal to √3h. ഇൻ ട്രയാങ്കിൾ ബി സി ഡി tan 60 യൂസിങ് വി ഗെറ്റ് ബി സി 50 divided by √3. Opposite side by adjacent side. tan 60 √3. √3 is equal to CD by BC. Then BC is equal to CD divided by √3. എത്രയാ CD തന്നിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദി ടവർ 50 by √3. അപ്പോൾ അടുത്ത കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ഈക്വൽ ബി സി, ബേസസ് ആർ ഈക്വൽ, ബേസ് ഈക്വൽ അല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ ബി സി എത്രയാ? √3h ഈക്വൽ ടു. സെക്കൻഡിൽ ഇക്വേഷൻ എത്രയാ? 50 by √3. ക്രോമ എത്രയാ? √3h into √3 is equal to 50. √3 into √3 3h equal to 50. h equal to 50 by √3. അപ്രോക്സിമേറ്റ് ഡെസിമൽ നോക്കുമ്പോൾ 2 പോവില്ല. 1 times 3 20 6 18 20 16.6666 എക്സെട്ര. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആരെ കിട്ടി? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈക്വൽ ടു 16.666 എക്സെട്ര. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. റയർ കേസിൽ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും, റയർ കേസിൽ ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക്. മനസ്സിലായല്ലോ? ദെൻ നമ്മൾ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ 5th ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചാൽ മതി മക്കളെ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5th ക്വസ്റ്റ്യൻ നോക്കുക. 2 poles of equal heights
are standing opposite each other on either side of the road. ഇവിടെ ഒരു പോളുണ്ട്, ഈക്വൽ ഹൈറ്റ് ആണ്. either side of the road, which is 80 meter wide. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് 80 meter. From a point between them on the road, the angle of elevation of the top of the poles are 60 degree and 30 degree. 60 degree and 30 degree respectively. ഒരു പോളിനെ നോക്കുന്നു 60, ഒരു പോളിനെ നോക്കുന്നു 30. Find the height of the poles calculate ചെയ്യണം. And the distance of the point from the poles. അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 poles either side of the road അല്ലേ. ഡിസ്റ്റൻസ് എത്രയാണ്? 80 meter. 2 poles, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 poles എത്രയാണ്? 18 ആണ്. അപ്പോൾ ഞാനിതിന് റോഡായിട്ട് ഇവിടെ കാണിച്ചു. ഈക്വൽ പോൾസ് ആണ്. ഇവിടെ ഒരു പോള്, ഇവിടെ ഒരു പോള്. ഒരു പോളിനെ നോക്കുന്നു 60 ഡിഗ്രിയിൽ, അതിൻ്റെ ഡിസ്റ്റൻസ് എക്സ് ആക്കി എടുത്തു. വേറൊരു പോളിനെ നോക്കുന്നു 30 ഡിഗ്രിയിൽ, അതിൻ്റെ ഡിസ്റ്റൻസ് 80 മൈനസ് എക്സ് ആക്കി എടുത്തു. ഹൈറ്റാണ് രണ്ടിലും വരുന്നത്. എ ബി സി ഡി ഇ. എ ബി ആൻഡ് ഡി ഇ ആർ 2 poles. ബി ഇ ഈസ് ദി ഡിസ്റ്റൻസ് 80 meter. ആ 80 ആണ്. അതിനെയാണ് ഞാൻ എന്താക്കിയത്? ഫസ്റ്റ് പാർട്ടിനെ എക്സ് ആക്കി എടുത്തു, സെക്കൻഡ് പാർട്ടിനെ 80 മൈനസ് എക്സ് ആക്കി എടുത്തു. 60 എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പോളിനെ നോക്കുന്നു, എലവേഷൻ. ദെൻ നെക്സ്റ്റ് 30 ആക്കി എടുത്തു. ഹൈറ്റ് ഓഫ് ദി പോൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നമുക്ക് എന്ത് കാണണം? ഡിസ്റ്റൻസ് ബി സിയും കാണണം, സി ഇയും കാണണം. അത്രയും നമുക്കിതിൽ ചെയ്യാനുള്ള കേസസ് ഉള്ളത് അല്ലേ. എക്സ് കിട്ടിയാൽ മതി, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. അപ്പോൾ അവിടെ ഫിഗർ കറക്റ്റ് ആയല്ലോ. എ ബി ആൻഡ് ഡി ഇ ആർ ദി 2 equal poles. ദെൻ ആംഗിൾ ഓഫ് എലവേഷൻ 60 degree ഫ്രം എ പോയിൻ്റ് ഓൺ ദി റോഡിലെ ഒരു പോയിൻ്റാണ് സി. മിഡ് പോയിൻ്റ് അല്ല കേട്ടോ. മിഡ് പോയിൻ്റ് ആണെന്ന് വെച്ചാൽ പണി വേഗം കഴിഞ്ഞല്ലോ. 40 എടുത്താൽ മതിയല്ലോ. സിയിൽ നിന്ന് 60 ഡിഗ്രിയിൽ നോക്കി, സിയിൽ നിന്ന് 30 നോക്കി. ദെൻ ഫസ്റ്റ് tan 60 യൂസ് ചെയ്യാം. tan 60 is equal to O by A. 60യുടെ വാല്യൂ എത്രയാണ്? √3 is equal to ഓപ്പോസിറ്റ് സൈഡ് എച്ച് ബൈ എ എന്ന് പറഞ്ഞാൽ എക്സ്. എച്ച് ആണ് ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. രണ്ട് ട്രയാങ്കിളും കോമൺ സൈഡ് എച്ച് ആണ്. ദെൻ എച്ച് is equal to √3x, ഇക്വേഷൻ നമ്പർ 1. ഇൻ ട്രയാങ്കിൾ എ ബി സി tan 60 യൂസ് ചെയ്തു. വി ഗെറ്റ് √3 is equal to h by x, h is equal to √3x, equation number 1. Then tan 30 is equal to O by A. 1 by √3 is equal to h by 80 minus x. h √3 is equal to 80 minus x. h is equal to 80 minus x by √3, equation number 2. Equation number 2. First triangle we get h √3x. In second triangle we get h 80 minus x by √3. ഓക്കെ. ഇവിടെ ആളെ ഹൈറ്റ് ഒന്നും ഇല്ല, ആളെ ഹൈറ്റ് ഒന്നും മെഷർ ചെയ്തില്ല. അപ്പോൾ റോഡിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് 2 പോളുണ്ട്. ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കുക. ഇതാ പരിപാടി. ആദ്യം 30 നോക്കുന്നു, ഇപ്പുറത്തെ പോളിനെ 60 ഡിഗ്രിയിൽ നോക്കുന്നു. 2 poles ഈക്വൽ ഹൈറ്റ് ആണ്. ആംഗിൾ ചേഞ്ച് ഉണ്ട്. ഒന്ന് 60 ആണ്, ഒന്ന് 30 ആണ്. അപ്പോൾ ബോത്തച്ച് കിട്ടിയല്ലേ? ബോത്തച്ച്. അപ്പോൾ ബോത്തച്ച് ആർ ഈക്വൽ h ഈക്വൽ ടു h, √3x ഈക്വൽ ടു 80 മൈനസ് എക്സ് ബൈ √3. √3x ഈക്വൽ ടു 80 മൈനസ് എക്സ് ബൈ √3. ക്രോമ √3x ഇൻറ്റു √3 എത്രയാ? 3x. 3x ഈക്വൽ ടു 80 മൈനസ് എക്സ്. എക്സ് ട്രാൻസ്പോസ് ചെയ്ത് ലെഫ്റ്റിലേക്ക്. പ്ലസ് എക്സ് ഈക്വൽ ടു 80. 4x ഈക്വൽ ടു 80. x ഈക്വൽ ടു 80 by 4 20.
എക്സ് ഈക്വൽ ടു എത്ര 20. ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ബി ടു സി, ഈ പോയിന്റിലേക്ക് എത്ര വന്നു, സി ടു ബിയിലേക്ക് എത്ര വന്നു 20 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും 80 മൈനസ് 20 60 എന്ന് വരും അല്ലേ. ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻറ്റ്സ് 20 മീറ്റർ ആൻഡ് 60 മീറ്റർ. ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻറ്റ്സ് ഓൺ ദി റോഡ് 20 മീറ്റർ ആൻഡ് 60 മീറ്റർ. ദെൻ ഹൈറ്റ് ഓഫ് ദി പോളും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. എച്ച് is equal to √3x അല്ലേ. എച്ച് is equal to √3x, √3 into 20, that's equal to 20 √3. Height of the poles equal to 20 √3. Height of the poles equal to 20 √3. കറക്റ്റ് ആണല്ലോ. 20 √3 കിട്ടിയല്ലോ, കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്റ്റൻസ് റോഡിലൊരു പോയിൻറ്റ്, ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി, ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു പോൾസ് 80, ഫസ്റ്റ് പാർട്ട് എക്സ്, സെക്കൻഡ് പാർട്ട് 80 മൈനസ് എക്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കുറയും ഇങ്ങോട്ട് കൂടും, അത് നിങ്ങളെ ഐഡിയ പോലെ ചെയ്യാം. ഈക്വൽ ഹൈറ്റ്സ് ആണ് പോള്. Then firstly find out h in using tan 60, then second tan 30 using h. Both h are equal. Then h calculate ചെയ്തു, x കിട്ടി, x equal to 20. Distance from the point 20 meter and 60 meter. Then height of the poles equal to h √3, that is h is equal to x √3, that is 20 √3. height of the പോളും കാൽക്കുലേറ്റ് ചെയ്തു. കിട്ടിയല്ലോ. ഓക്കെ, നന്ദി, നമസ്കാരം. നല്ല കുട്ടികളായിട്ട് ചെയ്യുക. ഇനി അടുത്ത പാർട്ടിൽ കാണാം.